ഈ കാളികാവില്, നിങ്ങളെ ഈ കാളികാവില് ചേകനൂരിനെ ഒരു സംഘം ആളുകൾ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ദീനിനെതിരെ പ്രസംഗിച്ചു. അന്ന് കാളികാവിലെ കുറെ ഭൗതികവാദികളായ മുതലാളിമാർ എന്ത് ചെയ്ത് ചേകനൂരിന് പിന്തുണ കൊടുത്തു. മലപ്പുറം ജില്ലയിൽ ചില അങ്ങാടികളിൽ ചേകനൂരിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു അങ്ങാടിയാണ് അക്കാലത്ത് കാളികാവ്. എന്റെ വാപ്പ കാളിയവേരന, ഈ കാളിയവേർക്ക് ഈമാൻ ചൂടാണ്ട. നിങ്ങൾ അങ്ങനെയാണ് വിടൂല മൂല്യരെ എന്ന് പറയാൻ പറ്റൂല. ഞാനും കാളിയവേരൻ തന്നെയാണ്. മനസ്സിലായില്ല? ആമപ്പൊയിൽക്കാരൻ എന്റെ വാപ്പ വല്യാപ്പി. അവിടുന്ന് കുറച്ച് ഭൂമിയാറെ കിട്ടിയപ്പോ അങ്ങോട്ട് പോയതാ. മനസ്സിലായില്ലേ? വാപ്പ പറഞ്ഞ കൃത്യം മസലബി പറഞ്ഞു. അങ്ങനെ ബാപ്പയടക്കം കുറച്ച് ആളുകൾ അസം മൂല്യരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അസം മുസ്ലിയാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ പേര് പറഞ്ഞ് അസം മൂല്യരെങ്ങാനും കാളികാവില് പ്രസംഗിക്കാൻ വന്ന കാര്യങ്ങൾ തച്ചു മുറിക്കുന്ന. അന്ന് ഇന്നത്തെ പോലെ സംഘടന വളർച്ചയോ ചിന്താബാധ വിളിക്കാൻ ആളുകളോ ഇല്ലാത്ത കാലാണ്. മൂല്യർക്ക് മൂല്യർ തന്നെ ഉള്ളൂ, മൂല്യരും ഇല്ല, കുറച്ച് ആളുകൾ അത്രേ ഉള്ളൂ. അപ്പോൾ അസമൂല്യരെ ഏതാ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരു രാഷ്ട്രീയം പറയാൻ നിങ്ങൾ ഇനി വിചാരിക്കരുത്. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായും ചില മനുഷ്യന്മാർക്ക് നന്മ ഉണ്ടാവും. ഇവര് ബാപ്പയടക്കം കുറച്ച് ആളുകൾ അന്ന് കാളിയവന് വന്നാണ് മുള്ളമ്മടയ്ക്ക് പഞ്ഞനാണ് നല്ലതെന്ന് പറഞ്ഞ മാതിരി വേഗം സഖാവ് ഞാലിനെ പോയി കണ്ട് ബാപ്പടക്കം. വാപ്പ മരിക്കണ വരെ ലീഗിന്റെ കുപ്പായം ബോധിപ്പിച്ചാണ് വാപ്പനെ കൊണ്ടുപോയത്. നിങ്ങളാരും ചൂടാവൊന്നും വേണ്ട. ഓരോന്നിനും ഓരോ നാട്ടിൽ പറ്റിയതാണ്. പിന്നെ സുഞ്ഞാലിനെ കൂടി കണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടെന്ന് വിളിക്കണം. ബാക്കി കാര്യം നമുക്ക് വെക്കാം. പരിപാടി തന്നെ തുടങ്ങുക. അന്ന് കുഞ്ഞാലി ഇവരോട് പറഞ്ഞ് അങ്ങനെ പറ്റൂല, കാലടിച്ചു മുറിക്കും എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒരു ആലിമിന്റെ കാലടിച്ചു മുറിക്കും. ആലിമിന് പറയണല്ലോ, ആലിമോട് കാര്യം പറയണ്ടേ. അങ്ങനെ കാലടിച്ചു മുറിക്കും എന്നാണെങ്കിൽ അത് നടക്കൂല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ. മൂല്യന്മാരെ കാലടിച്ച് മുറിക്കണവര്, മൂല്യന്മാർക്ക് ഇവിടെ വയറു പറയണല്ലോ, ദീനും നേരും നേരെയായി പറയണല്ലോ. അതിനങ്ങനെ കാലടിച്ച് മുറിക്കണവരുണ്ടെങ്കിൽ അതൊന്ന് കാണണല്ലോ. നമുക്ക് മൂല്യരെ അഞ്ചച്ചവടിയിൽ ഇറക്കണം എന്ന് പറഞ്ഞു. വാപ്പടക്കമുള്ള ഒരു അഞ്ചച്ചവടി പോയി കാത്തുന്നു. അസം മൂല്യരെ മഗ്‌രിബിനെ നേരത്തെ അഞ്ചച്ചവടിയിൽ ഇറക്കി മഗ്‌രിബ് നിസ്കരിച്ചു, പന്തം കൊളുത്തി വന്നു. എവിടേക്ക് പ്രസംഗിച്ചു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കുഞ്ഞാലിക്ക് അവരൊറ്റ അമൽ മതിയാവും. ഞാൻ അന്നും കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ നീതിയോടുകൂടെ പറയണം. എൻ്റെ വാപ്പയും കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷെ ഇത് വാപ്പ 100 വട്ടല്ല 1000 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കട അത് മതിയാവും. പന്തം കൊളുത്തി പ്രകടനത്തിന് മുന്നിൽ ആരും അറിഞ്ഞ് കുഞ്ഞാലി അസം മൂല്യരും ബാപ്പി. ആരാടാ മൂല്യരെ തല്ലുന്ന നേരം വിളിക്കുന്ന പ്രസംഗിച്ച് ആ പ്രസംഗം നടത്തില്ലെങ്കിൽ ഇന്ന് കാളികാവ് ആരെ കയ്യിലാ? ചേകനൂരിൻ്റെ കയ്യിലാണ്. ആലിമീങ്ങൾക്ക് ധൈര്യം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ആലിമിനോ കാലടിച്ചാലും വേണ്ടില്ല, മുറിച്ചാലും വേണ്ടില്ല, തല്ലിടുന്ന ആരെയും പോകുമോ? അക്കാലത്തൊക്കെ അങ്ങനെയല്ലേ? അടിച്ചു പിടിക്കുന്ന അതിനെപ്പറ്റി വെടിയൊക്കെ ഉള്ള തോക്കും ഒക്കെ ഉള്ളത് കൊണ്ടുവരല്ലേ? തോക്കൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ വെടിയൊക്കെ വെടിവെച്ച് കൊന്നതും കുത്തും ഉടലൊക്കെ എടുക്കൊക്കെ പിന്നെയും നടന്നിട്ടുണ്ടല്ലോ. നോക്ക്, നിങ്ങളവിടെ ഒരു ആലിമിനെ സംരക്ഷിക്കണം. എന്നാൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ അതിന് കമ്മ്യൂണിസ്റ്റിന് വക്കാലത്ത് പറഞ്ഞല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, എൻ്റെ വാപ്പയും കമ്മ്യൂണിസ്റ്റുകാരനല്ല. പക്ഷേ അവിടെ പാർട്ടി അല്ല വിഷയം. ആലിമീങ്ങളെ സംരക്ഷിക്കല് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആലിമീങ്ങൾ എന്തിനാ വരേണ്ടത്? ആലിമീങ്ങൾ പണിയെടുക്കേണ്ടത് എന്തിനാ? പണിയെടുക്കേണ്ടത് ലിയുസ്ബിത്തുൽ ഹഖ വയുബ്തുലുൽ ബാതില. ഹഖിനെ ഹഖായി സ്ഥാപിക്കണം, ബാതിലിനെ തകർത്ത് കളയണം. അതാണ് അവർ ഉത്തരവാദിത്വം. അതാ ഉത്തരവാദിത്വം. യാതൊരു മട്ടുമില്ല, ഇതിന് ദാക്ഷിണ്യമില്ല. മുഅ്മിനീങ്ങൾ ഇതൊക്കെ തന്നെയാ. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചവരവരൊക്കെ അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ കൊടുക്കട്ടെ. അല്ലാഹു അവരെ ദറജ കൊടുക്കട്ടെ. അവരൊന്നും കഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ദീനുണ്ടോ? ചിന്തിക്കും മുഅ്മിനീങ്ങളെ. അപ്പോൾ മദീന എന്ന് പറഞ്ഞാൽ എന്താ? ഹഖിനെ സ്ഥാപിക്കലാണ്, ഹഖിന്റെ കൂടെ നിലനിൽക്കൊള്ളലാണ്. എല്ലാ നന്മയും ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യണം? ഉലമാക്കൾ ഹഖ് പറയുകയും
ജനങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്കുകയും ചെയ്യണം. അടുത്ത തലമുറയെ ശുദ്ധീകരിക്കുന്നതിൽ അധ്വാനിക്കണം, ഏറെ വേദനിക്കണം. ഇത്തരം കുട്ടികൾ നശിച്ചുപോയാൽ കഴിഞ്ഞ് ആരെങ്കിലും ഏറ്റെടുക്കുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ